പകൽ വെളിച്ചത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നൽകിയ വാഗ്ദാനങ്ങൾ, അടച്ചിട്ട മുറികളിൽ നേതാക്കൾ പരസ്പരം നൽകിയ ഉറപ്പുകൾ. എന്നാൽ ഇരുട്ട് വീണപ്പോൾ ഭരണകൂടം തങ്ങളുടെ യഥാർത്ഥ ആയുധമെടുത്തു. ഒരു കൈകൊണ്ട് സമാധാനത്തിന്റെ ഹസ്തദാനം നൽകി, മറുകൈകൊണ്ട് അതേ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ കശാപ്പ് ചെയ്യുന്ന വഞ്ചനയുടെ രാഷ്ട്രീയ നാടകം. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ക്ഷമയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടപ്പോൾ ഒടുവിൽ ഭരണകൂടത്തിന് അവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞും വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞും സമരക്കാർക്കെതിരെ ഒരു പ്രതികാര നടപടിയും സമരത്തിന് ശേഷം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള വിശ്വസനീയമായ ഉറപ്പുകൾ നൽകിയാണ് സർക്കാർ ജന്തർ മന്ദറിലെ ആ സമരം അവസാനിപ്പിച്ചത്. പക്ഷെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ആ വാക്ക് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ആ ഉറപ്പിന്റെ മഷി ഉണങ്ങും മുൻപേ ഭരണകൂടം തങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. സമരം തീർന്നതോടെ ജന്തർ മന്ദർ ശാന്തമായി. പക്ഷെ കൃത്യമായി ആസൂത്രണം ചെയ്ത വേട്ടയാടലിന് അവിടെ തുടക്കമാവുകയായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആസാമിലെ 3 യുവാക്കൾ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മൻസൂർ റഹ്മാൻ, അഷ്റഫുൽ ഇസ്ലാം, അബ്ദുൽ കാസിം എന്നിവരുടെ സമരത്തിന് ഒരു സന്ദേശ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവർ ചെയ്ത രാജ്യദ്രോഹം? ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ജന്തർ മന്ദറിൽ സമരക്കാർക്ക് ദാഹജലം എത്തിച്ച ജുനൈദ് ഭായ്, എല്ലാവരുടെയും ജുനൈദ് ഭായ്, ആ ജുനൈദിന്റെ കുടുംബത്തെ ഉത്തർ പോലീസ് വേട്ടയാടുകയാണ്. ഇടതുപക്ഷ നേതാക്കളെയും പ്രസ്ഥാനക്കാരെയും ലക്ഷ്യമിട്ടും നീക്കങ്ങൾ സജീവമാണ്. CPIM ആസ്ഥാനത്തേക്ക് പോലീസ് ഇരച്ചു കയറുന്നു. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. RSS മുഖപത്രമായ ഓർഗനൈസറിലൂടെ MP ആയ ജോൺ ബ്രിട്ടാസിനെ രാജ്യദ്രോഹിയും ഹിന്ദുത്വ വിരുദ്ധനുമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കേസുകൾ FIR ആയി തുറന്നുവെച്ച് സമരക്കാരെ എപ്പോഴും നിയമപരമായി ഭീഷണിയിൽ നിർത്തുക എന്ന തന്ത്രമാണ് കേന്ദ്രവും BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളും നിലവിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഭയം? ഭരണകൂടത്തിന് എവിടെയാണ് പിഴച്ചത്? ഇതുവരെ തെരുവിൽ കണ്ടത് രാഷ്ട്രീയ പാർട്ടികളോ ചില പ്രത്യേക വിഭാഗങ്ങളോ ആയിരുന്നെങ്കിൽ ഇത്തവണ കഥകൾ മാറി മറിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ നഗര മധ്യവർഗ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് ഇത്തവണ തെരുവിലിറങ്ങിയത്. ഹിന്ദു ഏകീകരണം എന്ന സംഘപരിവാർ ആഖ്യാനത്തെയാണ് ഈ യൗവനം തച്ചു തകർത്തത്. 12 വർഷത്തെ പ്രയത്നത്തിലൂടെ നിർമ്മിച്ചെടുത്ത വിശ്വഗുരു എന്ന ബിംബം കൺമുമ്പിൽ ഉടഞ്ഞു വീഴുന്നത് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാനെതിരെയായിരുന്നില്ല ആ ജനരോഷം, തനിക്കെതിരെയുള്ള തരംഗമായി വളരുകയാണെന്ന തിരിച്ചറിവാണ് ഭരണകൂടത്തെ കൂടുതൽ ഭയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മുതൽ ഡിജിറ്റൽ ശബ്ദങ്ങൾ വരെ കേന്ദ്രം അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും. സമരത്തെ ഒരു വിദ്യാർത്ഥി പ്രശ്നം എന്നതിൽ നിന്ന് മാറ്റി ആന്റി നാഷണൽ ഗൂഢാലോചന എന്ന കള്ളക്കഥയാക്കി മാറ്റാനാണ് ഈ വേട്ടയാടലുകളിലൂടെ ഇവർ ശ്രമിക്കുന്നത്. അതിന് മാമ പാടുന്ന ചില മാധ്യമങ്ങളും. എങ്കിലും ഈ ചരിത്ര സത്യത്തിന് മുൻപിൽ വീണ്ടും ഒരു വലിയ ചോദ്യചിഹ്നം ബാക്കിയാകുന്നു. സമരത്തിന്റെ വിജയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ഒടുവിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ആ പേരറിയാത്ത മുസ്ലിം ചെറുപ്പക്കാരാണ് എന്ന സമീപകാല ഇന്ത്യൻ ചരിത്രം ഇത്തവണയും ആവർത്തിക്കുകയാണ്. ഐഷി ഘോഷിനും ഇടതുപക്ഷ നേതാക്കൾക്കും വേണ്ടി പാർലമെന്റിലും പുറത്തും സംസാരിക്കാൻ ആളുകളും മാധ്യമങ്ങളുമുണ്ട്. എന്നാൽ ആസാമിലെയും UPയിലെയും പേരറിയാത്ത ആ മുസ്ലിം ചെറുപ്പക്കാർക്ക് കവചമായി ആരുണ്ട്? ഹിന്ദു മുസ്ലിം വിഭജനം പറഞ്ഞ് ഇനി ഒരിക്കലും ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച CJP നേതാക്കൾക്ക് ഇന്ന് വേട്ടയാടപ്പെടുന്ന മൻസൂറിനും അഷ്റഫിനും ജുനൈദിനും നീതി ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. ആ സാധാരണക്കാരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ, അവർക്ക് വേണ്ടി തെരുവിൽ നിറയുമ്പോൾ മാത്രമേ ഭരണഘടനാ സംരക്ഷണം എന്ന പേരിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ. Way2Nikah.com, the exclusive Muslim matrimonial site.